ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിലേ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് ചായയും കുറച്ച് ചൂട് പക്കോടയും കൂടെ അങ്ങോട്ട് കഴിച്ചാലോ, അടിപൊളിയായിരിക്കും അല്ലേ. അപ്പോഴേ ഉഴുന്ന് വെച്ചിട്ട് ഒരു പക്കോടയാണേ. നമ്മൾ ഉഴുന്നുവടയുടെ ഏകദേശം അടുത്ത് നിൽക്കും, എന്നാലും ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പോൾ ഉഴുന്നൊരു 2-3 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കാവുള്ളൂ കേട്ടോ. എന്നിട്ട് അതിലേക്ക് ചെറുതായിട്ട് നുറുക്കിയ സവാള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ അതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട്, മല്ലിയില ചേർക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ജീരകം, ചെറിയ ജീരകം എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തേച്ച് അതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ഒരു 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളേ. അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തേച്ച് അങ്ങോട്ട് വയ്ക്കുക. പിന്നെ ഇത് ഫെർമെൻ്റ് ആവാനോ ഒന്നും വയ്ക്കേണ്ട കേട്ടോ. മിക്സ് ചെയ്ത ഉടനെ തന്നെ ചൂടായ എണ്ണയിലോട്ട് കുറേശ്ശെ ഇതുപോലെ നുള്ളിയിട്ടിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കുക. നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവേ. നല്ല മുരുമൊരാന്നിരിക്കും, നല്ല ക്രിസ്പി ആയിട്ടാണേ. ഒട്ടും എണ്ണയൊന്നും കുടിക്കത്തില്ല. ഇതിൻ്റെ കൂടെ കോംബോ ഉണ്ടല്ലോ, ഗ്രീൻ ചട്നിയാണ് കേട്ടോ. മല്ലിയിലയും പുതിനയിലയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ചട്നിയില്ലേ, അതും കൂടെ ചേർത്ത് അങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ പൊള്ളി ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ.